ഹലോ ഗൈസ്, എല്ലാവരും വരുന്നുണ്ട്, അവിടെ നമുക്ക് നടക്കാം. ഹലോ ഗൈസ്, ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ, മുഫി, നിയാദ്, ഫാസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കറാമയ്ക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എങ്ങനെ പോക്കറ്റ് അടിക്കണമെന്ന് കാണിക്കാം. അപ്പൊ ഇന്ന് പറയണത് ഫാസിലെ പേഴ്സിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കണത്. നമുക്ക് എത്ര കാർഡ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 10 കാർഡ് ഉണ്ട്. അല്ല, ഉള്ളിലും കുറെ കാർഡ് ഉണ്ട്. ഇതെന്താണ്, കാർഡ് മാത്രമേ ഉള്ളൂ, പൈസയൊന്നുമില്ല. പിന്നെ എമിറേറ്റ്സ് ഐഡി ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഫാസിലെ വക ഫുഡ്. നമ്മൾ കറാമ പോവാണ് ഗൈസ്. കുറേ കാർഡുള്ളത് കൊണ്ട് ഏത് കാർഡെന്ന് ഫാസിലിന് അറിയുന്നില്ല. നോക്കി നോക്കി, ഇപ്പോഴാണ് വന്നത്. ATM കാർഡൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, നോൾ കാർഡ് മനസ്സിലാവണില്ല. നല്ല ആൾക്കാർക്ക് പഠിത്തം സീറ്റും. الأبواب تغلق. Doors closing. കാർഡ് കാണിക്കുക ഫാസില. ബാങ്ക് കാർഡ് മാതിരിയാന്ന് വിചാരിച്ചിട്ട് നോൾ കാർഡ് ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ടാഗ് ചെയ്യുക, കമന്റ് ചെയ്യുക. കല്യാണത്തിന് മുമ്പൊക്കെ കൈ വിടില്ലായിരുന്നു. നീ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെയൊന്നുമില്ല. എന്നെക്കാളും ഒപ്പിക്കല്ലേ ബാഗ് ചേർച്ച അല്ലേ? ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചില്ല. ഒരു ലിപ്സ്റ്റിക്ക്, ഒരു നോൾ കാർഡ്, പിന്നെ എൻ്റെ ATM കാർഡ് പറയുന്നത് മുഫിയാണ്. പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതെൻ്റെ കളക്ഷൻസ് ആണ്, കണ്ട ഇങ്ങനെ ഇങ്ങനെ സംഭവം. ഇതിൽ റാബിറ്റൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ കണ്ട ഇങ്ങനെ. ഇത് ഞാൻ എന്നും കൊണ്ടുപോകും പുറത്തേക്ക് പോകുമ്പോൾ. ഇതിൽ എന്നും ഈ ബാഗിലുണ്ട്, അപ്പോൾ എന്നും കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ. ഇനി മുഫിന്റെ പേഴ്സിൽ എന്തൊക്കെയാണ് ഹസി മുഫി പേഴ്സാണ് കേട്ടോ. മുഫിന്റെ ഫോട്ടോ ഉണ്ട്, കുട്ടപ്പനായിട്ട് ഇരിക്കണ കണ്ട. എന്റെ ഫോട്ടോ ഇല്ലേ? അപ്പോ പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ട്, പിന്നെ ഒരു ATM കാർഡ് ഉണ്ട്. അങ്ങനെ ഫാസിലും അതിൽ തട്ടിപ്പുള്ള കുറെ ATM കാർഡ് അല്ല, ഒറ്റ ATM കാർഡ് ഉള്ളൂ. പിന്നെ നിയാദിന്റെ പേഴ്സിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം. നിയാദിന്റെ കുറച്ച് ക്യാഷ് ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം? എന്താണ്? സിക്സ് പാക്കിന്റെ ഒരു കാർഡാണ്, ജിമ്മിനൊക്കെ പോകുമ്പോ യൂസ് ആക്കണത്. പിന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കൊറേ ATM കാർഡ് ഉണ്ട് ഫാസിലിനെ പോലെ. ഇല്ല കേട്ടാ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളുടെ ഇളയച്ചന്റെ കയ്യിൽ നിന്ന് വണ്ടി ഇറങ്ങിയിലേക്ക് ടൈമുണ്ട് പോയി ടൈമുണ്ട്. എന്റെ കൈ ഞാകെ ഉണ്ടായിരുന്നു. ഹാഷിമി വരും, അവന്റെ ചോദിക്കും. അവന്റെ അടുത്താണ്, അവനാണ് നമ്മളുടെ കൂട്ടത്തിലെ പൈസക്കാരൻ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഗാലക്സി
നീ ഇന്ന് രാവിലെ 3 എണ്ണം തിന്നു. 3 എണ്ണല്ലേ, ഞാൻ 1 തിന്നിട്ടുള്ളൂ. പകുതി നീ അതാ കഴിച്ചത്. അത് സാരമില്ല. Okay, please. വേണ്ട വേണ്ട മതി Please. മതി മതി. Please. നീ രാവിലെ ഇങ്ങനെ 3 എണ്ണം തിന്നു, ഇത് മുട്ടായി തിന്നു മത്സരം ഉണ്ടായി. ആൾക്കാർ വിചാരിക്കും നീ ഇങ്ങനത്തെ കെട്ടിയവനാണ്. ഞാൻ നല്ല കെട്ടിയോ അതിങ്ങനെയാണ്. അല്ല, നല്ല കെട്ടിയോ അത് മോശം സാധനം തിന്നു. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു മിഠായി എടുത്താൽ നമ്മള് വേണ്ട പറഞ്ഞിട്ട് നിങ്ങൾ മൊത്തം എടുത്തു തരണം. തോന്നുന്നേ ഒക്കെ ഞാൻ തോന്നുന്നു. അതൊക്കെ തിന്നു. നീ വെക്കാട നീ ഇല്ല, ഞാൻ കളിയും വെക്കട. അടി വിട്ടെങ്കിൽ അടി വേണമെങ്കിൽ എടുത്തതാ വേണം. വെക്കാം മുട്ടായി. തിന്നില്ലേ രാവിലെ പകുതി നീയാതാ കഴിച്ചത്. ബിസ്ക്കറ്റ് ഒന്നും വേണമെങ്കിൽ എടുത്തു വന്നെങ്കിൽ ഞാൻ ഫാസ്റ്റിൽ വാങ്ങിത്തരും. എനിക്ക് ഫാസ്റ്റിൽ വാങ്ങിത്തരും. ഇല്ല, ഫാസ്റ്റിൽ വാങ്ങിത്തരും. അപ്പൊ നമ്മൾ ആശുവിനെ കാത്തു നിന്നിട്ട് ഇവിടെ കയറി സൂപ്പർ മാർക്കറ്റില് ലസ്സിയാണ് നോക്കുന്നത്, പക്ഷെ കിട്ടണില്ല. പിന്നെ നമ്മളുടെ നാട്ടില് സംഭാരം മാതിരി ഒരു സംഭവം സ്ട്രോ ഒക്കെ ഇട്ടിട്ട് ജീരകവും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട്. ലസ്സി നോക്കി. ആ, ലസ്സി. ചെറിയ ലസ്സി ഇല്ലേ? എനിക്കിതൊക്കെ ഫാസ്റ്റിലാ വാങ്ങിത്തരും. പിന്നെ നിയാദ് ലബനപ്പും ലൈം സോഡയും ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് കുടിക്കാനാണ് പ്ലാൻ. ചൂടായിട്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ കഴിയില്ല. എന്തെങ്കിലും ഇങ്ങനെ ജ്യൂസ് എന്തെങ്കിലും വാങ്ങണം. ഷുഗർ ഇല്ലാത്തതേ വാങ്ങാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. ഉപ്പിന്റെ പോളിസിയാണ്, എന്റെ പോളിസിയല്ല. ഇത് സംഭാരം മാതിരിടാ, കണ്ട സ്ട്രോ ഒക്കെ ഉണ്ട്, അതാണ് അത് എടുത്തത്. അങ്ങനെ നമ്മളൊക്കെ മേടിക്കും. നമ്മൾ അടുത്ത മാസം നാട്ടിക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. ഹാസിൽ പറയുന്നത് എന്തെന്നെ ടിക്കറ്റ് എടുത്താലും എയർ ഇന്ത്യ എടുക്കരുത് എന്നാണ് പറയുന്നത്. എങ്ങനെ തന്നെ ചുറ്റിപ്പോയാലും എയർ ഇന്ത്യ എടുക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എയർ ഇന്ത്യ തന്നെ എടുക്കുള്ളൂ. കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അല്ലേ മൂഫേ? വേണ്ടേ? മിക്സ് 7up അങ്ങനെയാണ്. പക്ഷെ ഇന്ന് തിരുമ്പിയിട്ട് വന്നതായിരുന്നു ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സ്. കൊള്ളായി. നീ സ്ഥാപിച്ചത് എന്താണ് സ്ഥാപിച്ചത്? നമ്മളവിടെയൊക്കെ സ്ഥാപിച്ച് എന്താണ്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് സ്ഥാപിച്ച്. ഞാൻ സ്ഥാപിച്ചിട്ടില്ല. രണ്ട് മിക്സ് ആക്കി കുടിക്കുക. അതാണ് സ്ട്രോ ഉള്ളത് മേടിച്ച് ഒറ്റന്നിങ്ങനെ ബ്ലാക്ക് എന്താ ചെയ്യുമ്പോ തുടച്ചും പോവും. ടിഷ്യൂ പേപ്പർ കൊണ്ടുപോകുന്നുണ്ടാവും. അതാണ് ഡ്രൈ ആവും. ഇതങ്ങനെ ഉണങ്ങും. അടുത്തേക്ക് ഞാൻ റൂമിക്ക് പോവാണ്. ഞാൻ ലാസി ബ്ലോഗ്സിന് മുഖത്ത് ഇങ്ങനെ ആൾക്കാര് എന്തെങ്കിലും മുട്ടേറിനതാ വിചാരിക്കും. കല്യാണം കഴിച്ചു പറയാം. എനിക്ക് കൺമശി പരക്കണ്ടോ? ഭൂതം മതിയോ? പോയാ എന്നാ കഴിഞ്ഞു മതി. എനിക്ക് ഒന്നുകൂടി മേടിച്ച നീ മൊത്തം മതിക്കാക്കി. ആശം എന്താ വരാത്തത്? ഇപ്പൊ വരും പറയുന്നു. എന്റെ അടുത്ത് എന്താവും പറഞ്ഞത്? യൂണിയൻ കറാമ മെട്രോ സ്റ്റേഷനിൽ എത്തി എന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഉണ്ടാവും കുറെ ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇപ്പത്തി പറയും, എപ്പോഴും എത്തൂല. വിളിച്ചിട്ടുണ്ടോ? 100 സന്തോഷം. അങ്ങനെ നമ്മളുടെ ഹാഷിം പ്രോട്ടീൻ പൗഡറും കൊണ്ട് വരുന്നു. ഇതൊക്കെ ഹാഷിമിന്റെ ഫ്രീ ആണ്.
എന്താ ഇതിന്റെ മുഖം മേക്കപ്പ് പോയാ? വിശക്കുണ്ട്. നമുക്ക് അവര് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചാലോ കഴിച്ചാലോ? ഇതാണ് ജിമ്മിന്റെ പ്രോട്ടീൻ പൗഡർ. കണ്ട, ജിമ്മിന്റെ ചോക്ലേറ്റിന്റെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. ഇത് കരാട്ടി. അങ്ങനെ നമുക്കൊരു കുപ്പി വെള്ളം മേടിച്ചു തന്നിട്ടില്ല നീ. അത് നന്മയുള്ള ലോകമേ. ഈ വീഡിയോ എങ്ങനെയെങ്കിലും ദുബായിലെ രാജാവിനെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. എന്നിട്ട് നഷ്ടപരിഹാരം എന്തായാലും പറയാ, പ്രതിഫലോ സമ്മാനം എന്തെങ്കിലും കൊടുക്കില്ലോ ഒരു. നമ്മള് നാട്ടിൽ പോണേന്റെ എന്റെ അനിയന് iPhone 14 Pro മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ കൊറേ ഇവിടെ വന്നിട്ട് എത്ര ഐഫോണിന്റെ ബോക്സ് പൊട്ടിക്കണം. ഗൈസ്, അപ്പൊ നമ്മളൊരു കണ്ണാടി വാങ്ങി. അതിന്റെ ഒരു ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് ഞാൻ മേടിച്ച പുതിയ കണ്ണാടി. ഇതാണ് എൻ്റെ പുത്തൻ റൈബൺ ഗ്ലാസ്. അങ്ങനെയല്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലിങ്ക് എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ലിങ്ക് അയച്ചില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. രസമുണ്ടോ വീഡിയോയില്? ബോക്സ് ഉണ്ടോ ചേട്ടാ? ഇതിന് ബോക്സ് ഉണ്ടോ? ഇത് ജസ്റ്റ് 50 തരം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ളത് യൂസ് ആക്കുന്നതുകൊണ്ട്, ഇതൊരു നല്ലൊരു കോസ്റ്റ്ലി ലുക്കുള്ളതുകൊണ്ട് നമ്മളങ്ങനെ മേടിച്ചു. ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ പേരെന്താണ്? ഷെലി. ഇതാണ് ഷെലി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നിയാദിന്റെ വക ട്രീറ്റ് ആണ്. കാരണം നിയാദ് ലാപ്ടോപ്പ് ഓടിച്ചു. കാണിക്കുക നിയാദെ. ലാപ്ടോപ്പും ഫോണും രണ്ടും എന്തിനാണ് താങ്കൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ്? ഗെയിം കളിക്കാൻ. നിയാദ് എഞ്ചിനീയർ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നിയാദ് ലാപ്ടോപ്പ് എടുത്തതിന്റെ ചിലപ്പോൾ ഫോൺ എടുത്തതിന്റെ ചെലവാണ്. നല്ല ചൂടില് ചൂടത്തിങ്ങനെ ഇരിക്കാൻ സഹിക്കില്ല. ഞാൻ വന്ന ദിവസമില്ലേ കരഞ്ഞ് എനിക്ക് സങ്കടമായിട്ട് വന്ന് നോക്കുമ്പോണ്ട് ഞാൻ കണ്ട ദുബായിയേ ഇല്ല. ഇവിടെ ടിവിയിലൊക്കെ കാണില്ല, ആ ദുബായി അല്ല. എന്നിട്ട് പിന്നെ എന്നെ റൂമിലാക്കിയിട്ട് പോയി. അങ്ങനെ ബെഡ് സ്പേസ്. ആ കോലം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ അവിടുന്ന് ഭയങ്കര ടാറ്റ ബൈ ബൈ എന്നൊക്കെ വേണ്ടി വന്നതായിരുന്നില്ല, സന്തോഷത്തില്. ഇവിടെ വന്നിട്ട് അമ്മാതിരി ചൂടത്തായിരുന്നു വന്നത്. അപ്പൊ നമ്മള് റൂമിലേക്ക് പോവാണ്. എന്താ എനിക്കൊന്നും പിടിക്കാൻ തന്നെയല്ലോ, ഒക്കെ മുഫിനെ പിടിക്കാൻ വേണ്ടി പിടിക്കണേ. വീഡിയോ എടുത്ത് ഫാസിൽ എപ്പോഴും ലേറ്റാണ്. ഫാസിൽ ഏതോ ഒരു പെൺകുട്ടീനെ ഹെൽപ്പ് ആക്കാൻ നിന്ന്. വരുമ്പോഴും പോകുമ്പോഴും എനിക്ക് സീറ്റ് കിട്ടി. നല്ല മനസ്സിലുള്ളവർക്ക് പഠിച്ച സീറ്റ്. ഗൈസ്, അപ്പൊ നമ്മൾ റൂമിൽ എത്തിയിരിക്കണം. അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് നിയാദിന്റെ ലാപ്ടോപ്പ് അൺബോക്സിംഗ് ആണ് കേട്ടോ. എന്താണ് അത് പവർ കാണിച്ചു. നിയാദ് ജോബിന് കയറിയിട്ട് എത്ര മന്തായി? 4 മാസമായി. അതിന് ഫസ്റ്റ് അവനക്ക് വേണ്ടി അവൻ ചെയ്തത് ലാപ്ടോപ്പ് എടുക്കണതാണ്. അപ്പൊ അതൊരു വലിയൊരു സംഭവമാണ്, ചെറിയൊരു സംഭവമല്ല.
നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അത് വേണ്ട. അപ്പൊ ഗൈസ് ബൈ ബൈ, ഗുഡ് നൈറ്റ്. നാളെ അപ്പൊ നമുക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇതില് നമ്മൾ